അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയൂണ് വിശേഷമാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല നല്ല നാടൻ വിഭവങ്ങൾ, അതുപോലെ ഉച്ചയൂണിന് പറ്റിയ നല്ല 2-3 നാടൻ വിഭവങ്ങൾ ചേർത്തിട്ടാണ് അതാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ മുരിങ്ങയില പരിപ്പ് കറി, പിന്നെ ചെറുപയർ കായൊക്കെ ചേർത്തിട്ടുള്ളൊരു നമ്മൾ മെഴുക്കുവരട്ടി പോലെ, പിന്നെ ഉണക്ക സ്രാവ് വറുത്തത്, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ മുരിങ്ങയില അതൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ഇനി ഏതായാലും മുരിങ്ങയിലൊക്കെ ഊരിയെടുക്കാം. ഇല നല്ല നാടൻ നമ്മളെ ഇവിടെ തന്നെയുള്ള ഇലയാണ്, നല്ല ഇലയാണ്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളൊക്കെ നല്ല രസമുള്ള വിഭവങ്ങളാണ്. മുരിങ്ങയില പരിപ്പിട്ട് വെച്ച കറി, പിന്നെ അതിലേക്ക് നമ്മൾ ചെറുപയറിൻ്റെ ആ ഒരു മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കുന്നത്, പിന്നെ ഉണക്കസ്രാവ് വറുത്ത്, 3 പറ്റിയ വിഭവങ്ങളാണ്. നല്ല ഒരു ചേർച്ചുള്ള വിഭവങ്ങളാണ് ഉച്ചയൂണിന്. അപ്പോൾ ആദ്യം നമ്മൾ മുരിങ്ങയിലയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചെറുപയറിൻ്റെ ഒക്കെ നോക്കാം. അപ്പോൾ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരകിയെടുത്തു നമ്മൾ. ഇനിതാ നമുക്ക് ചെറിയ ജീരകം അത് ചേർത്ത് അരച്ചിവിടെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പരിപ്പ് അത് വേവിച്ചെടുക്കണം. ആദ്യം ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് പിന്നെ നമ്മൾ കുക്കറിലിട്ട് അത് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒഴിച്ച് ഒരു 3 വിസിൽ പരിപ്പ്. അതിൽ തന്നെ വെള്ളമുണ്ട്. അപ്പം നമുക്ക് ഇനി ഇല ഇട്ടിട്ട് ഇനി അത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി, പിന്നെ ഇല എളുപ്പം വേവും. വെന്ത് വന്നു. നമുക്കിതാ ഉപ്പിട്ടു, പിന്നെ അരച്ച് വെച്ചത് അതിന് ചേർക്കാണ്. ഇപ്പോൾ പാകം അല്ലെങ്കിൽ അതൊരു കറിയില്ല, ആ ഒരു കറിയും ഒക്കെ എല്ലാം പാകത്തിനാണ്. ഇനി വറവിടണം. ചെറിയ ഉള്ളി കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി വറവിടാണ്. അപ്പോൾ മുരിങ്ങയില കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ചെറുപയറും നമ്മൾ ഈ കൂട്ടാങ്കായ പോലത്തെ കായ ഉണ്ടല്ലോ, തോടങ്കായ, അതാണ് അതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെയാണ് ഒരൊറ്റ കൂട്ടാങ്കായ. നമ്മൾ തോടങ്കായ അത് ഉപ്പേരിക്കും ബെസ്റ്റാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെറുപയറിൻ്റെ കൂടെ ഇടുന്നത്. ഇതിൽ കായ പിന്നെ നമുക്ക് ചെറുതാക്കി നുറുക്കിയെടുക്കാം. കായ എളുപ്പം വേവും. പിന്നെ ചെറുപയറും തലേദിവസം വെള്ളത്തിൽ കുതിർത്തതാണ്, ഒക്കെ ഇവിടെ ഉണ്ട്. അത് നുറുക്കി ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ അത് നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വേവിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തുകൊണ്ട് വേവിച്ചെടുക്കാം. നമ്മൾ വലിയ ചട്ടി തന്നെയാണ്. അതിൽ വെളിച്ചെണ്ണയൊക്കെ പാർന്ന് നമ്മൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത് താളിക്കുക നല്ലപോലെ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കായും ചെറുപയറും അത് നേരെ, പിന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ല, ഒക്കെ വെള്ളം വറ്റിയതാണ്, അത് നേരെ ഒഴിക്കാം.
അപ്പോൾ അതും ഇവിടെ റെഡിയായി. നമുക്ക് ഇതാ ഈ ഒരു കഷ്ണം സ്രാവ് നല്ല അത്യാവശ്യം നല്ല കഴമ്പുള്ള സ്രാവാണ്. അതൊന്ന് മുറിച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് മസാലയൊക്കെ തിരുമ്പി വെച്ചിട്ട് വേണം നമുക്ക് വറക്കാൻ. ഇനിയിപ്പോൾ ഇത് കൂടിയുള്ളൂ. ഞങ്ങൾ പിന്നെ നേരത്തെ തുടങ്ങും ഉച്ചയ്ക്കുള്ള കറീൻ്റെ കാര്യങ്ങളൊക്കെ. അത് പിന്നെ 11 മണിയാകുമ്പോഴേക്കും എല്ലാം കഴിയും. അഞ്ച് കഷ്ണങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മസാലയൊക്കെ തിരുമ്പി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ വറക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇത് വറക്കാം. വെളിച്ചെണ്ണയിൽ അതാണ് വറുത്തെടുക്കാം. നല്ല കുഴപ്പമില്ല. അതാ നമ്മൾ ഇപ്പോൾ വാങ്ങാനായി. ഇനിയിപ്പോൾ നമ്മൾ വറക്കലും കഴിഞ്ഞു, മീൻ വറക്കൽ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. ഇപ്പോൾ നമ്മൾ കറി കൊടുക്കാം അമ്മയ്ക്ക്. പിന്നെ ഇപ്പം നമുക്ക് ചെറുപയർ കായ, നമ്മൾ ഉണക്കസ്രാവ് വറുത്തത്, പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഓണത്തിനുള്ള പുളിയിഞ്ചി ഒക്കെ ഉണ്ടാക്കിയ അമ്മ, അപ്പോൾ അതുകൊണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ചയൂണ് വിഭവങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.